ആലപ്പുഴയിലെ മോഷണത്തിന് പിന്നിൽ കുറുവ സംഘം എന്ന് സ്ഥിരീകരിച്ച പോലീസ്. അറസ്റ്റിലായ സന്തോഷ് ഈ സംഘത്തിൽപ്പെട്ടയാളാണ്. 14 പേരടങ്ങുന്ന സംഘം താവളമടിച്ചിട്ടുണ്ട്. സന്തോഷിനെതിരെ തമിഴ്നാട്ടിൽ 18 കേസും കേരളത്തിൽ 8 കേസുമുണ്ട്. മോഷണത്തിൽ സ്ത്രീകളുടെ പങ്കും പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. മോഷണ ശ്രമങ്ങളും ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ഈ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ, ഈ വീട്ടുകാരും തന്നെ ഈ പ്രതികളെ കണ്ടിട്ടില്ല. ഇരുട്ടിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷ്വൽസിനെ നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്ത്, പിന്നെ മറ്റ് ഇവരുടെ ഈ കുറുവാ സംഘത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചില സ്പർദ്ധകൾ അത് നമ്മൾ മുതലെടുത്തുകൊണ്ട് വിവരങ്ങൾ സമാഹരിച്ച് ആലപ്പുഴ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രതിയായിട്ടുള്ള സന്തോഷ് ശെൽവത്തെ പറ്റി വ്യക്തമായ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മറ്റ് സ്ഥലങ്ങളിലെ മോഷണത്തോട് ബന്ധപ്പെട്ട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് ഇവരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ പ്രതിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം ഒരു 12-14 പേരടങ്ങുന്ന സംഘം പലയിടത്തായിട്ട് വന്ന് താവളമടിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ അമ്പലപ്പുഴ ഭാഗമുണ്ട്, കായംകുളമുണ്ട്, പിന്നെ മറ്റ് ചേർത്തല ഭാഗങ്ങളുണ്ട്, പിന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ചില സംഘങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചില പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് കാരണമാണ് അതിനെ മുതലെടുക്കാൻ പോലീസിന് രഹസ്യപരമായി സാധിച്ചിട്ടുള്ളത്. ഇല്ല, ഇപ്പോൾ ഇവരാകെ ഒരു കുത്തഴിഞ്ഞൊരു അവസ്ഥയിലാണ്. ഇന്നലെ ഈ കുണ്ടന്നൂർ പാലത്തിൽ ഇവരുടെ കൂടാരങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് സ്വർണ്ണ ഉരുപ്പടികളെന്ന് തോന്നിക്കുന്ന ചില ഉരുപ്പടികൾ നമുക്ക് കിട്ടി. അതെല്ലാം കട്ട് ചെയ്ത് അവസ്ഥയിലാണ്. സ്വർണ്ണമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മോഷണത്തിന് ശേഷം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാകാം. അത് കട്ട് ചെയ്ത് സ്വർണ്ണമാണോ എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിയതായിട്ടാണ് കൂടാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടോയെന്നോ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ ലഭ്യമാക്കി ശേഷം മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇവരൊരു 14 പേരടങ്ങുന്ന സംഘം, 12 മുതൽ 14 പേരടങ്ങുന്ന സംഘം എന്നുള്ളതാണ് മനസ്സിലായത്. കാമാച്ചിപുരം സ്വദേശികളാണ് മിക്കവരും. ഇന്നലെ നമ്മൾ പിടികൂടിയ മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ ട്രിച്ചി സ്വദേശി ആയിട്ടുള്ള ആളാണ്. അയാൾ കാമാച്ചിപുരമല്ല. അതുകൊണ്ട് തന്നെ ഈ കാമാച്ചിപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുട്ട് ഗ്രാമമാണ്. കുറുവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ കേസിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ നമ്മൾ പിടികൂടിയ ഈ സന്തോഷ് സെൽവം എന്ന ആൾക്ക് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് തമിഴ്നാട്ടിലെ 18 കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പം നിങ്ങൾക്ക് ഫർണിഷ് ചെയ്യാം. 18 കേസുകളുടെ വിവരങ്ങൾ, പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. അതിന് പുറമെ 8ഓളം കേരളത്തിലെ കേസുകൾ നമുക്ക് അതിൻ്റെ വിവരങ്ങളും ലഭ്യമായി കഴിഞ്ഞു. ഇനിയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അയാൾ തന്നെ അവകാശപ്പെടുന്നത് 30ഓളം കേസുകളിലെ പ്രതിയാണ് താനെന്നുള്ളതാണ്. ഈ കുറുവാ സംഘമാണെന്ന് ഓർമ്മിക്കാൻ ഇപ്പോൾ നമ്മുടെ മണ്ണഞ്ചേരിയിൽ നടത്തിയിട്ടുള്ളതെല്ലാം ഈ കുറുവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഈ മണികണ്ഠൻ്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്. നമ്മൾക്ക് ഇത് 2ാം പ്രതിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 2ാം പ്രതിയുടെ കാര്യം വളരെ കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ പോകുന്നത് ആരാന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞ് പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. കാരണം പ്രതി നമ്മളിൽ നിന്ന് വഴുതി മാറാനുള്ള സാധ്യത ആണുള്ളത്. മണികണ്ഠൻ്റെ പിന്നെ റോള് നമുക്ക് തെളിവിൽ കൊണ്ടുവരാൻ മനസ്സിലായിട്ടില്ല. അല്ലാതെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ ഒന്ന് പുനരാലോചിച്ചിരിക്കുന്നു. ഇതിൽ ഒരാളാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അത് നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്ത് നമ്മളോട് പിന്നെ കൺഫസ് ചെയ്തതുപോലെ തന്നെ പാലയിലും അത് കൺഫഷൻ ഓൾറെഡി മെയ്ഡ്. അവർ കാമാച്ചിപുരത്ത് ആണ് താമസിക്കുന്നുള്ളത് നമുക്ക്. കാമാച്ചിപുരത്തുനിന്ന് പിന്നെ ആണ് അവർ പിടികൂടിയിട്ടുള്ളത്. പല കേസുകളും തേനി ജില്ലയിലാണ് കാമാച്ചിപുരം.
ഈ നമ്മളെ അന്വേഷണത്തിൽ സന്തോഷ് ശെൽവനെതിരെ ഇപ്പൊ ഏതൊക്കെ കേസുകളാണ് ഏകദേശം തെളിഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ സാറ് ഏകദേശം വിശദാംശങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ ശങ്കർ, ഈ സന്തോഷിനെ പിടികൂടിയ ശേഷം അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന സമയത്തും പോലീസ് ജീപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്താൻ സ്ത്രീകളടക്കമുള്ളവർ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് തുടർന്ന് ധൈര്യപൂർവ്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിരപരാധികളാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ വളരെ ശക്തമായ ഒരു സംഘമാണ് ഇതെന്ന് കരുതേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും വലിയൊരു സംഘമാണ്. അതായത് 14 അംഗ സംഘമാണ് ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് പ്രാഥമികമായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെ പിടികൂടിയാൽ തന്നെ ഇവരുടെ പങ്ക് സ്ഥിരീകരിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഇപ്പോൾ ഡിവൈഎസ്പി തന്നെ വിശദീകരിച്ച പോലെ ഇവരുടെ ഫിംഗർ പ്രിന്റുകൾ ലഭ്യമല്ല. ഗ്ലൗസ് ഇട്ടതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇവരുടെ മുഖം വ്യക്തമാവുകയില്ല. മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് മോഷണത്തിന് എത്തുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കുക വളരെ പ്രയാസമാണ്. ഇന്ന് ഈ സന്തോഷ് ശെൽവത്തിന്റെ പങ്ക് ഇക്കാര്യത്തിൽ ഉറപ്പിച്ചത് ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ഈ സന്തോഷ് ശെൽവത്തിനെ ഈ CCTVയിൽ കണ്ട ദൃശ്യത്തിൽ കാണുന്ന പോലുള്ള ഡ്രസ്സുകൾ ധരിപ്പിച്ചുകൊണ്ട് ഒരു ട്രയൽ നടത്തിയിരുന്നു. ആ ട്രയലിലൂടെയാണ് ഈ മോഷണത്തിന് പിന്നിൽ സന്തോഷ് ശെൽവമാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. അതായത് ഈ CCTVയിൽ കാണുന്ന പോലെ വേഷം ധരിച്ചപ്പോൾ അയാളുടെ ശരീര പ്രകൃതവും അതോടൊപ്പം തന്നെ നെഞ്ചിൽ ഒരു പച്ച കുത്തിയ പാടുണ്ട്. അതെല്ലാം വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. ഇയാൾ സന്തോഷ് ശെൽവൻ തന്നെയാണ് 29-ാം തീയതി മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയെന്ന് വ്യക്തമായി. പക്ഷേ ആ CCTV ദൃശ്യത്തിൽ രണ്ടാമതൊരാളുണ്ട്. പക്ഷേ ആ രണ്ടാമതൊരാളെ ഇവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വേറൊരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മണികണ്ഠൻ എന്ന് പറയുന്ന പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ മണികണ്ഠന്റെ പങ്ക് ഇതുവരെയും സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. പക്ഷേ പൂർണ്ണമായിട്ടും അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിൽ നിലവിലെ നിഗമനം അങ്ങനെയാണ്. എന്തായാലും ഇത് വളരെ ആസൂത്രിതമായി നടക്കുന്ന ഓപ്പറേഷൻ ആണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് നവംബർ മാസങ്ങളിലാണ് ഇവർ ഇങ്ങനെ കൂട്ടമായിട്ട് കേരളത്തിലേക്ക് എത്തുന്നത്. അത് എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ ശബരിമല സീസണൊക്കെ സമയത്ത് ബസ്സുകൾ പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമാണ്. സ്വാമിമാരൊക്കെ കാര്യങ്ങൾ ബസ്സുകൾ പരിശോധിക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ അതിന്റെയൊക്കെ മറവിലാണ് ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. ഇതിലെ പുരുഷന്മാർ സാധാരണ ജോലികളൊന്നും ചെയ്യാറില്ല. സ്ത്രീകളാണ് ഇങ്ങനെ ഈ വേസ്റ്റുകളൊക്കെ പറക്കി വീടുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന വീടുകൾ ഇവർ രാത്രി ചെന്ന് മോഷണം നടത്തും. ഇപ്പോൾ ഈ സന്തോഷ് തന്നെ എറണാകുളത്താണ് താമസിക്കുന്നത്. കുണ്ടന്നൂർ മേൽപ്പാലത്തിന് അടിയിലാണ് ഇവരുടെ താമസം. അവിടെ നിന്ന് രാവിലെ ട്രെയിനിൽ ആലപ്പുഴയിലേക്ക് വരും. ആലപ്പുഴയിൽ വന്ന് വീടുകൾ കണ്ടെത്തും. അതിനുശേഷം തിരിച്ച് ട്രെയിനിൽ തന്നെ തിരികെ പോകും. മൊബൈൽ ഫോണുകളൊന്നും ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും ശേഷിപ്പിക്കാതെയാണ് ഇവരുടെ ഓപ്പറേഷൻ. ശരി അരുൺ ശങ്കർ, ഏതായാലും കൃത്യമായ തെളിവുകൾ പോലീസിന്റെ പക്കൽ ഉണ്ട് എന്ന് തന്നെ കരുതുന്നു. രണ്ടാമത്തെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ആരാണ് എന്നത് സംബന്ധിച്ച് ഏകദേശ ധാരണ അവർക്ക് ഉണ്ട്, ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന തരത്തിലാണ് പോലീസ് പറയുന്നത്. ഡിവൈഎസ്പിയും പ്രതികരിക്കുന്നത്. തുടർന്ന് ആ സംഘത്തിലെ ആരെങ്കിലുമൊക്കെ മോഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ സ്ത്രീകളടക്കമുള്ളവരുണ്ടെങ്കിൽ അതിലേക്കും അന്വേഷണം എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.